ദൈവത്തിന് സ്തോത്രം. ഞാൻ ജനിച്ചതും വളർന്നതും പെരുമാനി എന്ന ദേശത്താണ്. എൻ്റെ ബാല്യകാലത്തിലേക്ക് നോക്കിയാൽ ഞാൻ ഏറെ അഹങ്കാരിയും നിഗളിയുമായിരുന്നു. എൻ്റെ ഭവനത്തിൽ ഞങ്ങളുടെ ബാല്യകാലത്തിൽ ഞങ്ങൾ 4 മക്കളായിരുന്നു. ഇന്ന് ഞങ്ങൾ 3 മക്കളേ ഉള്ളൂ. എൻ്റെ പിതാവ് ഞങ്ങളുടെ കൗമാരപ്രായമെത്തിയപ്പോൾ ഒരു മദ്യപാനിയായി തീർന്നു. ആ മദ്യപാനത്തിൻ്റെ എല്ലാ തിക്താനുഭവങ്ങളും ഞങ്ങളുടെ ഭവനത്തിലും ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയരെ, എന്നാൽ ഞങ്ങളെന്നും 2 നേരവും ഞങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു. എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ വിശുദ്ധാരാധനയിൽ സംബന്ധിക്കുമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ വീട്ടിലെ ശാപങ്ങളോ ദോഷങ്ങളോ ഒന്നും മാറിയിരുന്നില്ല. എൻ്റെ അമ്മച്ചി 2 നേരവും കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പെൺമക്കൾ വിവാഹപ്രായമെത്തിയപ്പോൾ എൻ്റെ അമ്മച്ചി പ്രാർത്ഥിക്കുമായിരുന്നു, മദ്യപാനിയല്ലാത്തൊരു ഭർത്താവിനെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജീവിത പങ്കാളിയായി കൊടുക്കണമെന്ന്. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടാണ് ഞങ്ങൾ വളർന്നത്. എൻ്റെ വിവാഹപ്രായമെത്തിയപ്പോൾ ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പിതാവ് മദ്യം കഴിക്കുമെങ്കിലും പിതാവിനോട് ഞങ്ങൾക്ക് ഏറെ സ്നേഹവും ഏറെ വാത്സല്യവുമായിരുന്നു. ഭക്ഷണത്തിനൊന്നും ഞങ്ങൾക്കൊരു ദാരിദ്ര്യമൊന്നും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. എങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ലായിരുന്നു. ഒരു സന്തോഷം സന്ധ്യയാവുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിലില്ലായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്നും എൻ്റെ അമ്മച്ചിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങളെല്ലാവരും മക്കളും പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ പിതാവും എൻ്റെ മൂത്ത സഹോദരനും ഇന്ന് ഈ ഭൂമിയിലില്ല. പിതാവ് മാറ്റപ്പെടുന്നതിന് മുമ്പേ പിതാവിനൊരു രോഗം ബാധിച്ചു. പിതാവിന് വേണ്ടതായ മാനസാന്തരം എൻ്റെ കർത്താവ് കൊടുത്തു. മാനസാന്തരത്തിലേക്ക് തിരിഞ്ഞിട്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ കർത്താവ് ഭാഗ്യം ചെയ്തു. പ്രിയരെ, എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ എൻ്റെ വിവാഹപ്രായം എത്തിയെന്ന് പറഞ്ഞുവല്ലോ. വിവാഹം കഴിച്ചയച്ച് ഭവനത്തിലേക്ക് ഞാൻ വന്നപ്പോൾ അവിടെ സമാധാനമുണ്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥനയുടെ അനുഭവം കുറവായിരുന്നു. ഞങ്ങളങ്ങനെ ജീവിച്ചു പോരവേ എനിക്ക് മക്കളില്ലായിരുന്നു. മക്കളില്ലാത്ത മക്കളുണ്ടാകുമായിരുന്നു. എന്നാൽ അതൊന്നും പൂർണ്ണമായി നിലനിൽക്കുമായിരുന്നില്ല. 3 അബോർഷനായി പോയി. ഒരെണ്ണം പൂർണ്ണമായി ഞാൻ ആലുവ എന്ന ഹോസ്പിറ്റലിൽ പൂർണ്ണമായി റെസ്റ്റ് എടുത്ത് ആ കുഞ്ഞിന് ഞാൻ ജന്മം നൽകി. എന്നാൽ ആ കുഞ്ഞും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ ഏക നിരാശയുടെ കാലങ്ങളായിരുന്നു എൻ്റേത്. അങ്ങനെ എൻ്റെ ഒരു ആൻറ്റി എന്നെ ഒരു ധ്യാനത്തിന് വേണ്ടി ക്ഷണിക്കുകയും ഞാൻ ഒരു ധ്യാനം കൂടാൻ പോവുകയെല്ലാം ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, വചനം കേൾക്കണം, നമ്മുടെ വചനം അനുസരിച്ച് ജീവിക്കണമെന്നെല്ലാം എനിക്കൊരു ബോധ്യം കിട്ടി. എന്നാൽ പൂർണ്ണമായൊന്നും കിട്ടിയില്ല. എങ്കിലും പിന്നീട് അനേക കൂട്ടായ്മകളിൽ ഞാൻ മാറി മാറി നടന്നു. അങ്ങനെ പല കൂട്ടായ്മകളിലും നടന്നു. ഞങ്ങളുടെ 7 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് 2 മക്കളെ കർത്താവ് ദാനമായി തന്നു. എനിക്കൊരു മകനുമുണ്ട് ഇപ്പോൾ. പൂർണ്ണമായ ആരോഗ്യത്തോടെ ദൈവം. പലരും എന്നോട് പറഞ്ഞു, പലരും അടക്കം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ആൺകുഞ്ഞുങ്ങൾ വാടില്ലെന്ന്. എൻ്റെ കർത്താവ് എനിക്ക് ഈ നിമിഷം വരെയും ആൺകുഞ്ഞും പെൺകുഞ്ഞിനെയും തന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഞാൻ 2005 ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് നമ്മൾ പഴയ പോയിക്കൊണ്ടിരുന്ന കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നത്. ഒരു സെക്കൻഡ് സാറ്റർഡേ മീറ്റിങ്ങിനായിരുന്നു ഞാൻ വന്നത്. അവിടെ ഇരുന്ന് ഞാൻ വചനങ്ങൾ കേട്ടു. എനിക്ക് വേണ്ടിയിട്ടുള്ളതെന്നെല്ലാം എനിക്ക് ബോധ്യപ്പെട്ടു. എങ്കിലും ഞാൻ എല്ലാ സെക്കൻഡ് സാറ്റർഡേയും പിന്നെ മീറ്റിങ്ങിന് പോകുവാനായി ഒരുങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ ഭർത്താവിന് ശാരീരികമായ അസ്വസ്ഥതകൾ വന്നു. അതുമൂലം ജോലിക്കൊന്നും പോകാതെ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കരമായ പ്രതിസന്ധികൾ വന്നു. എല്ലാത്തിനും കഷ്ടപ്പാടുകൾ വന്നപ്പോൾ എനിക്കൊരു ജോലി വേണമെന്നൊരാഗ്രഹത്തോടുകൂടി ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് വചനം കേൾക്കണം എന്നുള്ളൊരാഗ്രഹവും എൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
ഞാൻ ആ സമയങ്ങളിലെല്ലാം എനിക്ക് ഡെൻകെയറിനെ കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ ഡെൻകെയറിൽ നടക്കുന്ന വനിതാ സമാജ മീറ്റിങ്ങുകളിലെല്ലാം ഞാൻ വരുമായിരുന്നു. അവിടെ എന്താണ് ജോലിയെന്നോ എന്താണോ എന്നൊന്നും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ അവിടെ വന്ന് വനിതാ സമാജ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം എൻ്റെ ഒരു കസിൻ അവിടെ ഒരു ദൈവപൈതലിൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു ജോലിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന്. അപ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു അപേക്ഷ കൊടുത്തു. അങ്ങനെ 2007 ഞാൻ ഈ ഡെൻകെയറിലേക്ക് വന്നത് വളരെയധികം നന്നായി പ്രിയരെ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇതായിരുന്നു. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഓർത്ത് വന്നെങ്കിലും ഞാൻ അന്നും പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ വചനം. ഞാൻ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് കോഴ്സ് പഠിച്ച് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്നയാളാണ്. എങ്കിലും എനിക്ക് ജോലിക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ വചനം കേൾക്കുവാനുള്ളൊരു സാധ്യതയില്ലല്ലോ എന്നുള്ളൊരു പ്രയാസം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വചനം കേൾക്കുവാൻ തക്കവണ്ണം എനിക്കൊരു ജോലി തരണമേ എന്ന് കർത്താവോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ സ്ഥാപനത്തിൽ എനിക്ക് ജോലി ലഭിച്ചു. ആ ജോലിക്ക് വന്നത് മുതൽ ഒരു സൺഡേ പോലും, ഒരു സെക്കൻഡ് സാറ്റർഡേ പോലും മുടങ്ങാതെ വചനം കേൾപ്പാൻ എനിക്ക് കർത്താവ് ഭാഗ്യം തന്നു. വചനത്തിനനുസരിച്ച് നിന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നിലുള്ള അഹങ്കാരമോ ഞാനെന്ന ഭാവമോ ഒന്നും എന്നിൽ നിന്ന് മാറിപ്പോയില്ലായിരുന്നു. എങ്കിലും വചനത്തിന് ഞാൻ മുടങ്ങാതെ പോയിക്കൊണ്ടിരുന്നു. എല്ലാ വചനങ്ങൾക്കും തന്നെ വചനം കേൾപ്പാൻ ഞാൻ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ വചനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഹൃദയത്തിലേറെ പാപമുണ്ടെന്നും ഹൃദയത്തിലെ പാപം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ലെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഹൃദയ പാപങ്ങൾ എന്തെല്ലാമെന്ന് കാട്ടിത്തന്ന് അതിനെനിക്കൊരു മാറ്റം തരണമേ എന്നെല്ലാം പ്രാർത്ഥിച്ചു. എൻ്റെ ഭർത്താവ്, ഞാൻ പറഞ്ഞല്ലോ, ശാരീരികമായി അസ്വസ്ഥതയായിരുന്നു എന്ന്. എന്നാൽ ആ രോഗാവസ്ഥയിൽ നിന്ന് കർത്താവ് വിടുതൽ തന്നു. ഞങ്ങളങ്ങനെ പല കാര്യങ്ങൾക്കും ഞങ്ങൾ പലവിധ കടക്കെണിയിലായിപ്പോയിരുന്നു. എന്നാൽ ആ കടക്കടിയിൽ നിന്നെല്ലാം കർത്താവിനെ രക്ഷിച്ചു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാനില്ലാതെ വരുന്ന സാഹചര്യത്തിൽ ഞാൻ എൻ്റെ അയൽക്കുടുംബങ്ങളിൽ പോയി പൈസ മേടിക്കുന്നതെല്ലാം ഞാൻ ഓർക്കുന്നു ഇന്നലെ എന്ന പോലെ. എന്നാൽ അതിൽ നിന്നെല്ലാം കർത്താവ് ഇന്ന് എന്നോട് ആര് വായ്പ ചോദിച്ചാലും എനിക്കവർക്ക് കൊടുക്കും. എൻ്റെ ആവശ്യങ്ങളെ മാറ്റി വെച്ചിട്ട് കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഇത് മാത്രമല്ല പ്രിയരെ, രോഗക്കിടക്ക മാറ്റിവെക്കുന്ന ഒരു കർത്താവുണ്ട്. ആത്മീയതയിലേക്ക് വളരണമെന്ന് വിചാരിച്ച് മുന്നേറി വന്നിരുന്നൊരു സമയങ്ങളിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്ന് യോഗങ്ങളും കൂട്ടായ്മകളും ഒന്നുമില്ലാതെയായ ഒരു സമയം. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും യൂട്യൂബിനും ഇതിനെല്ലാം അടിമപ്പെട്ടു പോയി എന്ന് പറയുന്നു. എന്നാൽ എൻ്റെ കർത്താവ് എന്നെ പിടിച്ചിരുന്നു. എൻ്റെ കുഞ്ഞിന് ചെറിയ പനിയും ശ്വാസം മുട്ടലുമായിട്ട് തുടങ്ങിയതാണ്. അവന് വളരെയധികം പ്രയാസം. പല ഡോക്ടർമാരെയും ഞാൻ കാണിച്ചു. എന്നാൽ ന്യൂമോണിയ എന്ന് പറഞ്ഞ് മരുന്നുകളെല്ലാം കൊടുത്തു. ഏതാണ്ട് 3 മാസത്തോളം മരുന്നുകൾ കഴിച്ചു. അതിനുശേഷം വീണ്ടും അവൻ സുഖമായി കോളേജിൽ പോയി തുടങ്ങി. എന്നാൽ പിന്നെയും അവന് പനിയും ശ്വാസം മുട്ടലും വന്നു. ആ സമയത്ത് കൂട്ടായ്മയില്ല, ആരോടൊന്നും പറയുവാനില്ലല്ലോ എന്നെല്ലാം ഓർത്ത് പ്രയാസപ്പെട്ടു. എങ്കിലും ഞാൻ ദൈവപൈതലിനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ കുഞ്ഞിനിങ്ങനെ ഒരു പ്രയാസമുണ്ടെന്നെല്ലാം പ്രാർത്ഥിക്കാം, വീണ സമാധാനമായിരിക്കുന്നതിനോട് പറഞ്ഞു. എൻ്റെ കുഞ്ഞിന് ശരിക്കും ന്യൂമോണിയ വന്നതെന്ന് പറഞ്ഞാൽ ലങ്സിലെ വെള്ളക്കെട്ടായിരുന്നു. അത് വെള്ളം കെട്ടിയിട്ട് ന്യൂമോണിയയ്ക്കെല്ലാം മരുന്ന് കൊടുത്ത് വളരെയധികം മരുന്നുകളെല്ലാം കഴിച്ചു. എങ്കിലും അതിനൊന്നും ഒരു കുറവുണ്ടായില്ല. വീണ്ടും വേറൊരു ഡോക്ടറെ കാണിച്ചപ്പോഴാണ് അറിഞ്ഞത് ലങ്സിൽ വെള്ളക്കെട്ടായിരുന്നു എന്ന്. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ നിങ്ങൾ കുഞ്ഞിനെ നോക്കിയില്ലെന്നും പറഞ്ഞുകൊണ്ട് വളരെയധികം എന്നെ ഷൗട്ട് ചെയ്തു. എന്നാൽ ഞാൻ കർത്താവിനെ നോക്കി, കർത്താവേ, നീ എനിക്ക് ദാനമായി തന്ന കുഞ്ഞിനെ ഞാൻ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഉത്തമ വൈദ്യൻ അവിടെ നിന്നാകുന്നുവല്ലോ, നിനക്ക് അസാധ്യമായതൊന്നുമില്ലല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കുന്ന ഡോക്ടേഴ്സിനെയും നേഴ്സുമാരെയും എല്ലാവരെയും എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവ് അന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിൽ ലങ്സിൽ വെള്ളം കെട്ടിയിരുന്നത് സ്കാൻ ചെയ്തപ്പോൾ അതിൽ വെള്ളക്കെട്ടെല്ലാം കട്ടയായി തീർന്നിരുന്നു. പ്രിയരെ, അത് സർജറി ചെയ്യേണ്ടതായി വന്നു.
ഞാൻ അപ്പോഴും പരിഭ്രമിച്ചു. എങ്കിലും ഞാൻ വിടാതെ എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. നിൻ്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അതുതന്നെ നിർവഹിക്കുമെന്നുള്ള വചനം എൻ്റെ ഉള്ളത്തിലേക്ക് കയറി വന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കാണുന്ന എൻ്റെ നല്ല ദൈവമേ, എൻ്റെ കുഞ്ഞിനെ ഞാൻ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നെന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞ് എന്നോട് പറഞ്ഞു, എന്തു വന്നാലും സഹിക്കണം, എന്തു വന്നാലും ക്ഷമിക്കണം, അമ്മ പ്രയാസപ്പെടുന്നെന്നല്ല എൻ്റെ കുഞ്ഞ് പറഞ്ഞപ്പോൾ ഞാൻ ഏറെ വ്യാകുലപ്പെട്ട് ഞാൻ ആ മുറിയിലിരുന്ന് കരഞ്ഞു. ആ ഹോസ്പിറ്റലിലിരുന്ന് ഏറെ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരു അമ്മയും മകനെയും ഞാൻ കണ്ടിട്ടില്ലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ സർജറി കഴിഞ്ഞു. ആ ഡോക്ടർ എൻ്റെ സങ്കടം കണ്ടിട്ട് എന്നെ ICU റൂമിൽ കൊണ്ടു നിർത്തി. പക്ഷെ എനിക്ക് അവിടെ ഇരിക്കുവാൻ സാധിച്ചില്ല. എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്കവിടെ ഇരിക്കുവാൻ സാധിച്ചില്ല പ്രിയനെ. ഞാൻ അവിടെ നിന്ന് ഓടി എൻ്റെ റൂമിലേക്ക് വന്നു. അവിടെ ഇരുന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ കരച്ചിൽ കേട്ട്, എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് നേഴ്സുമാരെല്ലാം ഓടിയകത്ത് വന്നു. എന്നോട് ചോദിച്ചു, എന്താണിതെന്ന്. എന്നാൽ ഞാൻ പറഞ്ഞു, ഞാൻ കരഞ്ഞതല്ല, ഞാൻ പ്രാർത്ഥിച്ചതാണെന്ന്. വിടുതൽ തരുന്നൊരു കർത്താവ്, രോഗസൗഖ്യം തരുന്നൊരു കർത്താവ് ഇന്നും ജീവിക്കുന്നു പ്രിയരെ. ഈ വചനം കേട്ടുകൊണ്ട് ജീവിതത്തിലേറെ എൻ്റെ മാറ്റങ്ങൾ എൻ്റെ സ്വഭാവത്തിലൊന്നും വന്നില്ലെങ്കിലും എൻ്റെ കർത്താവ് എന്നെ വെട്ടിക്കളയാതെ നിർത്തി. എൻ്റെ കുഞ്ഞുങ്ങളെ ഇതുവരെയും കാത്തു, ഈ നിമിഷം വരെയും കർത്താവ് കാത്തു. നന്ദിയോടെ സ്തോത്രം. ഇന്ന് എൻ്റെ മകൻ പൂർണ്ണാരോഗ്യത്തോടുകൂടെ അയർലൻഡ് ദേശത്ത് ഉപരിപഠനത്തിനായി പോയിരിക്കുന്നു. എനിക്കും അത് കഴിഞ്ഞതിന് ശേഷം പലവിധ രോഗങ്ങളും ഭാരങ്ങളും വന്നു. അതിൽ നിന്നെല്ലാം കർത്താവ് എനിക്ക് വിടുതൽ തന്നു. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും തക്ക സമയത്ത് കർത്താവ് ഞങ്ങളെ വഴി നടത്തുന്നു. എൻ്റെ കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇവിടെ ദൈവപൈതൽ എപ്പോഴും പറയുന്നു, മനസ്സറിഞ്ഞൊരു പാപം വരരുതെന്ന്. ഞാനെപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ, മറ്റുള്ളവർ നോക്കുമ്പോഴല്ല, മനസ്സറിഞ്ഞൊരു പാപം വരാതെ മനുഷ്യൻ കാണുന്നത് പോലെയല്ല എന്നെ നിർത്തണമേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഏറെക്കുറവുകളുണ്ട്. ഞാൻ മൂലം അനേകർ വേദനിച്ചിട്ടുണ്ട്, അനേകർക്ക് ഭാരങ്ങൾ വന്നിട്ടുണ്ട്, അനേകർ സങ്കടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ എന്നെ വെട്ടിക്കളയാതെ നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട് നിത്യതയിൽ ഒരു പ്രത്യാശ തന്ന് ഞങ്ങൾക്ക് കുടുംബമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നിങ്ങളെല്ലാവരും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിന് ഒരുമിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.